യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. പ്രിയരെ, യേശു കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാ വ്യക്തികളോടും കർത്താവായ യേശു തന്നെ പറയുന്ന ഒരു കൽപ്പനയാണ് യേശുവിൽ വസിക്കുക എന്നത്. യേശു കർത്താവിൽ വസിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. യേശു കർത്താവിൽ വസിക്കാത്ത ഒരു വ്യക്തിയെ പിതാവായ ദൈവം നീക്കിക്കളയും എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് യേശു കർത്താവിൽ വസിക്കുക. എങ്ങനെയാണ് യേശു കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ഇവിടെ പറയുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അതേ പ്രിയരെ, യേശു കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുക എന്നതാണ്. അവൻ്റെ സ്നേഹത്തിൽ നമ്മൾ ആശ്രയിക്കുക, അവൻ്റെ സ്നേഹത്തിൽ നമ്മൾ മൂടപ്പെടുക. നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനേക്കാളും അപ്പുറമായി യേശുവിൻ്റെ സ്നേഹവും സാന്നിധ്യവും കൊതിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. അവൻ്റെ സ്നേഹത്തിന് വേണ്ടി അധ്വാനിക്കുവാനും അവനെ സ്നേഹിക്കുവാൻ, അവൻ്റെ സ്നേഹം കിട്ടണമെന്നുള്ള കൊതിയും ദാഹവും ഉള്ളൊരു മനസ്സ് നിങ്ങളിൽ ഉണ്ടാവട്ടെ. അങ്ങനെ യേശുവിൻ്റെ സ്നേഹത്തിൽ വസിച്ചെങ്കിൽ മാത്രമേ യേശു കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം നിങ്ങൾക്ക് അനുസരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ കൽപ്പനകളെല്ലാം ജീവനവസാനം വരെ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മളുടെ കഴിവ് കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ഒന്നും നമുക്ക് അനുസരിക്കാൻ സാധിക്കുകയില്ല. യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യേശുവിൻ്റെ കൽപ്പനകൾ നിരന്തരമായി ഏത് കഷ്ടത്തിൻ്റെ അവസ്ഥയിലൂടെയും ഏത് സന്തോഷ നിമിഷത്തിലും അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ യേശുവിൻ്റെ സ്നേഹം അടിസ്ഥാനമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിൻ്റെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി നമുക്ക് മാറുവാൻ സാധിക്കുകയുള്ളൂ. യേശു ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യനായി നമുക്ക് വളർന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പ്രിയരെ, ഇവിടെ കർത്താവായ യേശു പറയുന്നു, യേശുവിൽ വസിപ്പീൻ. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് നിങ്ങളിലും വസിക്കുമെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നോക്കിക്കേ പ്രിയരെ, നമ്മൾ നേരത്തെ ചിന്തിച്ചു എന്നിൽ വസിപ്പീൻ എന്ന് യേശു കർത്താവ് നമ്മളോട് പറയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി യേശു കർത്താവ് നമ്മിൽ വസിക്കുക എന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് യേശുവിൻ്റെ വചനം നമ്മിൽ വസിക്കുമ്പോഴാണ് യേശു കർത്താവ് നമ്മിൽ വസിക്കുന്നത്. കാരണം ലോകസ്ഥാപനത്തിനു മുന്നമേ യേശു കർത്താവ് ജീവനോടെ ഉണ്ടായിരുന്നു. പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവും 3 പേരും ലോകമുണ്ടാകുന്നതിനു മുൻപേ ജീവനോടെ ഉണ്ടായിരുന്നു. എന്നാൽ പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന പുത്രനായ യേശു കർത്താവ് വചനരൂപേണയാണ് പിതാവിനോട് കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ വചനമാകുന്ന യേശു കർത്താവാണ് ജഡം ധരിച്ച് ഭൂമിയിൽ വന്നത്. അതുകൊണ്ട് നമ്മൾ വചനത്താൽ നിറയപ്പെടുമ്പോൾ നമ്മളിൽ യേശു കർത്താവ് നിറയുവാൻ ഇടയാകുന്നു. അങ്ങനെ കൊമ്പുകളാകുന്ന നമ്മൾ മുന്തിരിവള്ളിയാകുന്ന യേശു കർത്താവിൽ വസിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതുപോലും, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുന്നതുപോലും, ആമേൻ, നിങ്ങൾ യേശുവിലും യേശു നിങ്ങളിലും ആകുന്ന സാഹചര്യത്തിൽ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുവാനും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് പുറപ്പെടുവിക്കുവാനും സാധിക്കും.
പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യേശു കർത്താവിന് നിങ്ങളിലും വസിക്കുവാനും സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങളെയും യേശു കർത്താവിനെയും ബന്ധിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിച്ചെങ്കിൽ മാത്രമേ യേശുവിൻ്റെ സ്നേഹത്തെ, യേശുവിൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾക്ക് രുചിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കണമെങ്കിൽ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാവണം. തന്നെയാണ് യേശു കർത്താവിൻ്റെ വചനം ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. യേശു കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിറയപ്പെടുമ്പോൾ, ദൈവവചനത്താൽ നിങ്ങൾ നിറയപ്പെടുമ്പോൾ, ജ്ഞാനത്തിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുവാൻ ഇടയാകും. അങ്ങനെ നിങ്ങൾക്ക് അധികം ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ യേശു കർത്താവിൽ വസിക്കണം. യേശു കർത്താവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിച്ച് ആ സ്നേഹം എന്ന അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ ദൈവവചനങ്ങൾ, പരിശുദ്ധാത്മാവ് യേശുവിൽ നിന്ന് എടുത്തു പറഞ്ഞു തരുന്ന യേശുവിൻ്റെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ നിങ്ങൾ അനുസരിക്കേണ്ടത്. യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കാതെ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടെയോ ലക്ഷ്യത്തോടെയോ ദൈവവചനത്തെ അനുസരിക്കാമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കുകയില്ല. കാരണം തീയിലൂടെ ഉള്ള ശോധന എപ്പോഴും ഒരാത്മീക വ്യക്തിക്ക് ഉണ്ടാകും. യേശു കർത്താവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് പിതാവായ ദൈവം അവനെ ചെത്തി വെടിപ്പാക്കുന്നു എന്ന് വചനം പറയുന്നു. അതെ, നിങ്ങൾ യേശുവിൻ്റെ സ്നേഹത്തിൽ വസിച്ച് യേശുവിൻ്റെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശോധനകൾ കടന്നു വരാം, തീച്ചൂള പോലുള്ള അവസ്ഥകൾ കടന്നു വരാം. പിതാവായ ദൈവത്തിൻ്റെ ചെത്തലിലൂടെ നിങ്ങൾ കടന്നുപോയെന്നിരിക്കാം. ആമേൻ. എന്നാൽ അത് നിങ്ങളെ തകർക്കാനല്ല, ശുദ്ധീകരണത്തിലൂടെ നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് അധികം ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയിട്ടാണ്. പ്രിയരെ, ചെത്തലും ശോധനയും ഒരാത്മീകൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ആത്മീകനായ വ്യക്തിക്ക് യേശുവിൻ്റെ സ്നേഹത്തിൽ മറയപ്പെട്ടിട്ടില്ല എങ്കിൽ ആ ആത്മീകന് ഒരിക്കലും സന്തോഷത്തോടെയും കൊതിയോടെയും കർത്താവിൻ്റെ വചനമോ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങളോ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളോ ഒന്നും പാലിക്കുവാനോ അനുസരിക്കുവാനോ സാധിക്കുകയില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തി യേശുവിലേക്ക് കടന്നു വരുന്നത് പല ഉദ്ദേശത്തോടു കൂടിയാണ്. എനിക്കൊരു വിടുതൽ കിട്ടണം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണം, എനിക്ക് നല്ലൊരു ശുശ്രൂഷകനായി മാറണം, എനിക്ക് കൃപാവരം കിട്ടണം, എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല ആളുകളും യേശുവിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് അവരവരുടെ കഴിവുകൊണ്ട് വചനം അനുസരിക്കുവാൻ അവർ ശ്രമിക്കുന്നു. പക്ഷേ കുറച്ച് നാളുകൾ വചനം അനുസരിക്കുന്നു, പിന്നെ കർത്താവുമായിട്ടുള്ള ബന്ധം അവർക്ക് മടുപ്പ് തോന്നുന്നു. കാരണം അവർ പ്രാർത്ഥിച്ച വിഷയമോ അവർ ആഗ്രഹിച്ച കാര്യമോ നടക്കാതെ വരുമ്പോൾ കർത്താവിനെ പിന്നെ വേണ്ട എന്ന് അവർ തീരുമാനമെടുക്കുന്നു. ഇങ്ങനെ പല വ്യക്തികളും കർത്താവിൽ നിന്ന് മാറ്റപ്പെടുന്നത് നമുക്ക് കാണാം. എന്നാൽ നിങ്ങൾ യേശുവിൻ്റെ സ്നേഹത്തിൽ മറയപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, സ്നേഹമാണ് നിങ്ങളുടെ അടിസ്ഥാനമെങ്കിൽ, യേശുവിൻ്റെ സ്നേഹത്തെ, സാന്നിധ്യത്തെ കൊതിക്കുന്ന ഒരു മനസ്സിനുടമയാണെങ്കിൽ നിങ്ങൾ ആ സ്നേഹത്തിൽ വചനം അനുസരിക്കുവാനും കർത്താവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അതുമാത്രമല്ല, യേശുവിൻ്റെ വചനത്തിൽ നിങ്ങൾക്ക് നിറയുവാനും സാധിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് സന്തോഷത്തോടെ വസിക്കുവാൻ സാധിക്കുന്നു, വാഴുവാൻ സാധിക്കുന്നു. അങ്ങനെ നിങ്ങളെ പരിശുദ്ധാത്മാവിന് നിങ്ങളെ നല്ലൊരു ദൈവ പൈതലായി, ഒരു നല്ല ശിഷ്യനായി പണിതെടുക്കുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഈ വചനം തന്നതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ യേശുവിൽ വസിക്കുക, അപ്പോൾ യേശു നമ്മളിൽ വസിക്കുമെന്ന് കേട്ട വചനം കർത്താവെ നന്ദി പറയുന്നു. ഇന്നു മുതൽ ഞങ്ങൾക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൽ ആശ്രയിക്കുവാൻ, അവൻ്റെ വചനത്താൽ ഞങ്ങൾക്ക് നിറയപ്പെട്ട് ആത്മാവിനെ
പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ഇന്നു മുതൽ ഞങ്ങളുടെ അടിസ്ഥാനം കർത്താവിൻ്റെ സ്നേഹമായിരിക്കട്ടെ. മറ്റൊരു ചിന്താഗതികളുമാവാതെ യേശുവിൻ്റെ സ്നേഹത്തിൽ ആശ്രയിച്ച്, യേശുവിൻ്റെ സ്നേഹത്തിൽ മറയപ്പെട്ട് അവൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്ന വ്യക്തിയായി തീരുവാൻ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.